സ്റ്റൈല് കൊള്ളായിരുന്നു. ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ സ്റ്റൈലിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാസ് മസാല പടത്തിലൊക്കെ അഭിനയിക്കുന്നത്. എസ്പെഷ്യലി അപ്പുവേട്ടന്റെ ക്യാരക്ടർ. ആൾക്കാർ നല്ലപോലെ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ അതാണല്ലോ പണി. പക്ഷെ നല്ല സംഭവമായിരുന്നു. എൻ്റെ ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നിയത് ഈ അപ്പുവേട്ടന്റെ ക്യാരക്ടറും ഭയങ്കര വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഇതിലെ. എഡ്ഗർ ആ ഒരു കുറച്ച് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരു ആന്റി ഹീറോ കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ പറയണം. അങ്ങനെ പറയണോ? അല്ല ആക്ച്വലി മറ്റേ ഫൈറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ തല കൂട്ടിടിച്ച് ഓർമ്മയുണ്ടോ? അതിന്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് സംഭവിച്ചതാണ്. എനിക്കൊന്നും പറ്റിയില്ല. വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പറ്റുന്നത്. ആക്ച്വലി ഉണ്ണി ഇതിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് തലയ്ക്ക് ഒരു അടി കിട്ടിയിട്ട് ഉണ്ണി ബോധം കിട്ടൊക്കെ വീണു. ബട്ട് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഞാനും എനിക്ക് മല്ലു സിംഗിന് ശേഷം കുറച്ചും കൂടി എക്സ്ട്രാവാഗൻ്റ് ആയ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. പിന്നെ നല്ല നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് നമ്മൾ ABCDയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് അവിടെയാണ് മീറ്റ് ചെയ്തത്. ലൊക്കേഷൻ ചെയ്യാൻ മീറ്റ് ചെയ്തത്. അന്ന് മാർട്ടിനേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പയ്യനാണ് മാങ്ങ തേങ്ങ എന്നൊക്കെ. അല്ല അന്ന് എനിക്ക് മാർട്ടിൻ ചേട്ടൻ അന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയണ എന്നെ രണ്ട് എക്സ്ട്രീമിലും കാണിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു പൊളിറ്റീഷ്യൻ അന്ന് ABCD കാണിച്ച പോലെ, അതല്ല വൃത്തികെട്ടവനായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലോ ക്ലാസ് ആയിട്ടുള്ള അതും അഭിനയിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് അങ്ങനെ ലോ ക്ലാസ് ആയിട്ട് ശരിക്കും ഞാൻ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഇതിന്റെ രണ്ടിന്റെ. പക്ഷെ അത് നല്ല നല്ല സംഭവമാണ് ഒരു ആക്ടറിനെ അങ്ങനത്തെ ഒരു ഫിസിക്കലി അങ്ങനെ മൗൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണെങ്കിൽ നല്ലതാണ്. പിന്നെ നിനക്കും മസിലുണ്ടാ അല്ല ആക്ച്വലി മസിൽ ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമയ്ക്കൊക്കെ കുറച്ച് മസിൽ ഉള്ളതാണ് നല്ലത്. അല്ലാതെ നമ്മളൊരു അത്ര ഫിറ്റ് അല്ലാത്തൊരു ബോഡിയും വെച്ചുകൊണ്ട് ഇത്ര നേരമൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ബേസിക്കലി ഒരു ക്യാരക്ടറിന് വേണ്ടിയാണ് അത് ബിൽഡ് ചെയ്യണം. ഗുഡ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് ഓവറോൾ ടീം സ്ക്രിപ്റ്റിനെ കുറിച്ച്? ടീം ഭയങ്കര രസമായിരുന്നു. കാര്യം ഞാൻ ആദ്യം വരുമ്പോൾ വെച്ചാൽ എല്ലാവരും ഓൾറെഡി സിങ്ക് ആയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും ലേറ്റ് ആയിട്ട് ജോയിൻ. നീ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആയി എന്ന് പറയുന്നത് സ്കൂളിൽ കയറുന്ന പോലെ അല്ല ഞാൻ പറയട്ടെ. അതായത് ഞാൻ എല്ലാവരും അല്ല എനിക്ക് ഇവരൊക്കെ അറിയാമെങ്കിലും അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി ആവുന്നത്. കൂടുതൽ കമ്പനി ആവുമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഓൾറെഡി ജെല്ലായിട്ടുള്ള ആൾക്കാർ. ഞാൻ വന്ന് പിന്നെ നമ്മളുടെ പരിപാടിയാണല്ലോ കംഫർട്ട് സോൺ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. എനിക്കും ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇതിഹാസത്തിന് മുന്നേ ബിനു വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇതുപോലത്തെ ഒരു സിനിമ. പക്ഷെ അന്നത് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സിനിമ. പിന്നെ പുള്ളിക്കാരൻ പോയിട്ട് ഇതിഹാസ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അഗെയിൻ അന്ന് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം നമുക്ക് കുറച്ചും കൂടി ഗംഭീരമായിട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് സ്റ്റൈൽ എന്നൊരു സിനിമയുടെ ഒരു റഫ് ഡ്രാഫ്റ്റ് ഉണ്ടായത്. ഞാനും ലേറ്റ് ആവുന്നത്, സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബിനുവിന് ഒരു ആക്ഷൻ മൂഡിൽ സിനിമയാണെങ്കിൽ ഉണ്ണി ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ അറിയാലോ. എന്നെ ആദ്യം വിളിക്കുന്നത് അതായത് ഉണ്ണിയാണ് നായകൻ, ഞങ്ങൾക്കൊരു 6 പാക്ക് ഉള്ള വില്ലനാണ്. എന്റെ പൊന്നു കേട്ടോ, 6 പാക്ക് ഒന്നും ഇല്ല. ഞാനത് എല്ലാ ദിവസവും കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനമല്ല. പ്രത്യേകിച്ച് എന്റെ ജീവിത രീതി അനുസരിച്ച് 6 പാക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് വല്ലതും ഉണ്ടാക്കാന്നല്ലാണ്. ഇതിനാണെങ്കിൽ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നേട്ടാ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അവസാനം വില്ലന് 6 പാക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഫൈറ്റ് ഒക്കെ നമ്മൾ വിചാരിച്ചത്ര എളുപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ പറയും അത് റോപ്പാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്നൊക്കെ പറയും. പക്ഷെ റോപ്പും കമ്പ്യൂട്ടറും ഒന്നും ചെയ്യൂല, നമ്മൾ തന്നെ പണിയെടുക്കും. എനിക്ക് ഓർമ്മയുണ്ട് മറ്റേ ഒരു സീക്വൻസില് മറ്റേ ഒരു എന്താ പറയാ വുഡൻ ലോഗ് മൊത്തം നിന്റെ മേത്ത്. അതായത് ആൾക്കാർ നോക്കുമ്പോൾ അത് CG ലാണെന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ഒരു മരത്തടി വന്ന് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ചില ടെൻഷൻ പിടിച്ച കാര്യങ്ങളൊക്കെ സിനിമയിൽ വരില്ല. എസ്പെഷ്യലി ആക്ഷൻ നമ്മൾ മാക്സിമം റിലാക്സ് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ നിസ്സാര അടിയാണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പ്രഷനും വരാൻ പാടില്ല. ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നീ ഉണ്ടായിരുന്നു സെറ്റില്. പിന്നെ നമ്മുടെ ഇല്ലു, അവൻ ഒരു ഭയങ്കര ഒരു എനിക്ക് ഒരു 7 വയസ്സുള്ള കൊച്ചിന്റെ ചെടുത്തടിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ വീട്ടിലുള്ള ഇപ്പൊ ചേച്ചിയുടെ പിള്ളേരൊക്കെ ആണെങ്കിലും അവരെയാണ് ഇവനെ കാണുമ്പോൾ ഓർമ്മ വരാം. ഭയങ്കര പക്ഷെ ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെച്ചുവേർഡും നമ്മളെക്കാളും നന്നായിട്ട് അവൻ ആക്ഷൻ സീക്വൻസുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിലാണ് പ്രശ്നം.
അവനെ വളരാൻ അനുവദിക്കരുത്. ഞാനോട് പറഞ്ഞു നീ പഠിക്കാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഇപ്പോൾ അഭിനയിക്കണ്ട. ഭയങ്കര എനർജറ്റിക് ആണ് ആൻഡ് ഹൈലി പ്രൊഫഷണൽ ആണ്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് 15 ദിവസമാണ് ആ കുട്ടി 20 അടി ഹൈറ്റിൽ തൂങ്ങി കിടന്നത്. നീ വരുന്നവരെ എൻട്രി വരുന്നവരെ പുള്ളിക്കാരൻ അവിടെ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അറിയാം, ഒരു 7 വയസ്സിൽ എന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ കുളമാക്കി കളയും. കാര്യം നമ്മൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ സിനിമ എന്താണെന്നോ സിനിമയ്ക്കകത്ത് നടക്കുന്നത് എങ്ങനെയാണെന്നോ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു എന്താ പറയാ ഒരു സാവകാശം നമ്മൾ അവർക്ക് കൊടുക്കൂല. നമ്മൾ പെട്ടെന്ന് വരിക, വൃത്തികേടാക്കുക, പോവുക. ഞാൻ ഒന്നിക്കുന്ന 2ാമത്തെ സിനിമയാണ് വിക്രമാദിത്യയില് ദുൽഖറിന്റെ ചെറുപ്പമാണ് പ്ലേ ചെയ്തത്. ടോയ് ഇതില് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ഞാൻ എപ്പോഴും നീ സിനിമയിൽ വന്നപ്പോൾ തന്നെ ABCD കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ സിനിമയിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, ഇവൻ എന്തായാലും ഒരു ഹീറോ മെറ്റീരിയൽ. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഒരു ഹീറോ ആയിട്ട് സ്ക്രീനിൽ കാണാൻ, ഐ ക്യാൻ പേ ടു വാച്ച് യു ഓൺ സ്ക്രീൻ. ആ കൺസെപ്റ്റിൽ വന്ന പയ്യനാണ്. അപ്പോൾ ഈ പടത്തിൽ ഇങ്ങനെ ഞാൻ വില്ലെന്ന് ഒരിക്കലും എനിക്ക് അതില്ല, പക്ഷെ ഒരു ആൻറ്റി ഹീറോ ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ഈ പടത്തിൽ അങ്ങനെയാണ് തന്നെ കാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് അത് ബുദ്ധിമുട്ടായോ? എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വില്ലൻ നായകൻ അങ്ങനെയുള്ള ഏതൊരു വില്ലൻ അല്ലെങ്കിൽ നായകൻ ഇത് രണ്ടും ടോപ്പാണ്, അല്ലെങ്കിൽ നല്ലൊരു സഹനടൻ. ഇതൊന്നും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ നമ്മൾ അതിൻ്റെ ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയിട്ട് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നെ അങ്ങനെ നായകനാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പടം ഇപ്പൊ പ്ലാനിലുണ്ട്, വരുന്നുണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും ഞാൻ നായകനായിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ആൾക്കാർ കാണണ്ടേ. അതിനുള്ള ഒരു മാർക്കറ്റൊക്കെ എനിക്ക് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് നല്ലതാണ് ഇതുപോലുള്ള വില്ലൻ വേഷങ്ങളൊക്കെ. പിന്നെ ഒരു ഊള വില്ലൻ വന്നു കഴിഞ്ഞാല് നായകനൊരു വിലയില്ലല്ലോ. വില്ലൻ പവർഫുൾ ആയാലല്ലേ നായകനും